ഹായ് ഡിയേഴ്സ്, ഞാൻ ലയന. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇത് ആലോ പറവൂർ റോഡാണ്. ആലോ പറവൂർ റോഡിലെ മാളികംപീടിക എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു നഴ്സറിയാണിത്. റോസ് ഗാർഡൻ എന്ന് പറയുന്ന നഴ്സറിയാണിത്. ഞാൻ മിക്കവാറും വരുന്ന ഒരു നഴ്സറിയാണിത്. ഇപ്പോൾ ഇവിടെ നിന്നാണ് എൻ്റെ കൂടുതൽ ചെടികളും ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. അപ്പം ഇന്ന് ഈ വീഡിയോയിൽ ഈ നഴ്സറിയിലേക്കുള്ളൊരു വിസിറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് തുടങ്ങാം. ഇത് സിസിജിയം എന്ന് പറയുന്ന ചെടിയാണ്. ഈ ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനത്തെ തളിരിലകൾ വരുന്നതിനെല്ലാം നല്ല കളറായിരിക്കും. ബർഗണ്ടി കളറിലെ തളിരിലകളുള്ള ചെടിയുണ്ട്. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. നമുക്ക് ബോർഡർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ചെടിയാണത്, സിസിജിയം. ഇത് മെലാസ്റ്റോമ. കുറച്ച് വാട്ടത്തിലാണ് ആ പ്ലാന്റ്സ്, വാടിയിരിക്കുകയാണ് ചെറുതായിട്ട്. അപ്പം നമ്മളിപ്പോൾ നഴ്സറിയുടെ അകത്തേക്ക് കടക്കാൻ പോവാണ്. ഇതാണ് നഴ്സറി. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഗൺവില്ലയുടെ ചെടികളാണ്. അപ്പം അതിൻ്റെ സീസൺ ആയതുകൊണ്ട് നിറയെ ബോഗൺവില്ല ചെടികളുണ്ട്. മിക്കവാറും കളറുകളിലുള്ള ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് സ്പൈഡർ ലില്ലി പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബന്ദിപ്പൂക്കൾ നല്ല വലിയ പൂക്കളാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇത് കെൻറ്റിയ പാം. പിന്നെ അങ്ങോട്ട് കുറച്ച് പാംസിൻ്റെ പ്ലാന്റ്സ് ആണ്. ഫീനിക്സ് പാം. പിന്നെ ഇവിടെ ആമ്പലിൻ്റെ ചെടികളും ഉണ്ടാവാറുണ്ട്. ആമ്പലിൻ്റെ ചെടികളും വിൽക്കാറുണ്ട്. വൈറ്റ് കളറിലെ ലാൻഡാന. പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെമ്പരത്തി ചെടികളുണ്ട്. അതുപോലെ ഡാലിയയുടെ പ്ലാന്റ്സ് ഉണ്ട്. ഡാലിയയുടെ പ്ലാന്റ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവായിട്ട് അങ്ങനെ ഒരുപാടില്ല, എല്ലാം മൊട്ടായിട്ടാണ് ഇരിക്കുന്നത്. ബന്ദിച്ചെടികൾ വീണ്ടും. പിന്നെ ഇവിടെ കുറച്ച് തൈകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. വാഴയുടെയും തെങ്ങിൻ്റെയും ഇതുപോലെ അങ്ങനത്തെ തൈകളൊക്കെ ഉണ്ട്. ചെമ്പരത്തി. പേരക്കയുടെ തൈകളാണ്. അങ്ങനെ തൈകൾ ഒരുപാട് തൈകളൊക്കെ ഉണ്ട് വിൽപ്പനയ്ക്ക്. നമുക്കത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും വാങ്ങിക്കാവുന്നതാണ്. പെൻഡാനസ്. പിന്നെ ഇത് അരേലിയ, ഗോൾഡൻ അരേലിയ എന്ന് പറയുന്ന ചെടിയാണ്. നമുക്ക് ഇതുപോലെ ബോർഡർ പ്ലാന്റ്സ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന, വെട്ടി നിർത്തിയൊക്കെ വളർത്താൻ പറ്റുന്ന, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ വെട്ടി നിർത്താൻ പറ്റുന്ന ചെടിയാണത്. പിന്നെ അവിടെ തലയുയർത്തി നിൽക്കുന്ന ചെടി എന്ന് പറയുന്നത് ഫർക്കേരിയാണ്. നമുക്ക് ലോണിലൊക്കെ ഒരു എന്താ പറയുക സെൻറ്റർ പീസായിട്ടൊക്കെ വയ്ക്കാൻ പറ്റുന്ന അങ്ങനത്തെ ചെടിയാണത്. സീസണൽ സീനിയ. ഒരുപാട് കളറുകൾ ഇന്നിപ്പോൾ വരുമ്പോൾ ഒരുപാട് കളറുകളുണ്ട്. ഞാൻ വാങ്ങിക്കാൻ വരുന്ന സമയത്ത് അത്ര കളറുകൾ അത്ര ഉണ്ടായിരുന്നില്ല. 2, 3, 4 കളറുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ 2 ഷെയ്ഡൊക്കെ വരുന്ന പൂക്കളും ഇതിൽ കാണുന്നുണ്ട്. സീസണൽ സീനിയ. ചട്ടിയിൽ വെച്ചിട്ടുള്ള ഡാലിയാണ്. പൂക്കൾ ഇതിലിപ്പോൾ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ചെടി. ഇത് പ്ലക്ട്രാന്തസ്. പെൻഡസിൻ്റെ ചെടിയൊക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ഹൈഡ്രാഞ്ചിയ. എൻ്റെ മിക്കവാറും ചെടികളൊക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാറാണ് പതിവ്. പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വലിയ റോസിൻ്റെ ചട്ടികൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ മിനിയേച്ചർ റോസിൻ്റെ പ്ലാന്റ്സ് ആണത്. ഇവിടെ വീണ്ടും ഡാലിയ ചെടികളാണ്. ഇവിടെ ആണെങ്കിലും പൂക്കളങ്ങനെ വിരിഞ്ഞിട്ടില്ല, മൊട്ടായിട്ട് തന്നെ ഇരിക്കുന്ന ചെടികളാണ്. ഡാലിയ ചെടികൾ നല്ല ഭംഗിയുള്ള കളറ് നന്നായിട്ടുണ്ട്. എല്ലാ ചെടികളുടെയും നല്ല നല്ല കളറിലുള്ള പൂക്കളാണ്. ഡ്രസ്സീന ചെടികളുണ്ട്. അതുപോലെ സൈപ്രസിൻ്റെ തൈകളുണ്ട്. മെലാസ്റ്റോമ
അരയിലിയ. പിന്നെ ഈ ചെടി എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ഇത് ബട്ടൺ റോസിൻ്റെ ചെടികളാണ്, വൈറ്റ് കളർ ബട്ടൺ റോസ്. ഇതെന്ന് പറയുന്നതും എന്താണെന്ന് എനിക്ക് അങ്ങനെ മനസ്സിലായിട്ടില്ല. ഇതെന്താ സംഭവം, ചെമ്പകമാണോ എന്താണെന്ന് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഇവിടെ ബഡ് റോസാണ് കംപ്ലീറ്റ്. അതും പൂക്കളങ്ങനെ വിരിഞ്ഞിട്ടില്ല, എല്ലാം മൊട്ടായിട്ട് തന്നെയുള്ള ചെടികളാണ്. നല്ല റെഡ് കളർ. ഈ റെഡ് കളർ അന്വേഷിച്ച് നമ്മൾ ചെല്ലുമ്പോൾ മിക്കവാറും കിട്ടില്ല. ഒരു മെറൂൺ ഷെയ്ഡിലുള്ള റെഡ് കളറായിരിക്കും നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ആ ഒരു റെഡ് എന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളറാണ്, ഡാർക്കായിട്ടുള്ള നല്ല കളറാണ്. ബട്ടൺ റോസ്, അതിൻ്റെ കുറച്ച് ചെടികളുണ്ട്. ഡെയ്സി ചെടികളാണിത്. പിന്നെ ഇത് റോസിൻ്റെ ചെടികളാണ്. അപ്പം അങ്ങനെ നിറയെ റോസ് പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ബോർഡർ പ്ലാന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് നമ്മുടെ ജമന്തി ചെടി. ജമന്തി ചെടിയുടെ പൂക്കൾ നല്ല ഭംഗിയുള്ള വെളുത്ത പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. നല്ല നല്ല ഭംഗിയാണ്, കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അങ്ങനത്തെ പൂക്കളാണ് ഇത് ആ ചെടിയിലുള്ളത്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ചെടികളുണ്ട്. ഇതിലൊരെണ്ണം ഞാൻ എന്തായാലും വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെടികൾ പൂ വിരിഞ്ഞിട്ടില്ല, എല്ലാം പൂ വിരിയാത്ത ചെടികളാണ്. മൊട്ടാണെല്ലാം, എല്ലാം ഒരു കളറായിട്ടാണ് തോന്നുന്നത്. എല്ലാ ചെടികളിലും മൊട്ടുകളാണ്, പൂ വിരിഞ്ഞിട്ടില്ല. എന്നാലൊരു മറൂൺ കളറായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാശ്മീരി റോസാണ്. കാശ്മീരി റോസിൻ്റെ ചെടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഈ പൂക്കൾ ഇങ്ങനെ നേരെ നിൽക്കില്ല, ഇങ്ങനെ വീണ് കിടക്കണ പോലെ ഉണ്ടാവും. നല്ല ചെടികളാണ്, നമുക്ക് എപ്പോഴും വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്നൊരു റോസാണ് കാശ്മീരി റോസ് എന്ന് പറയുന്നത്. പിന്നെ വേറെ ടൈപ്പ് റോസ് പ്ലാന്റ്സ് അവിടെ ഉണ്ട്, പക്ഷെ അത് പൂക്കളൊക്കെ കുറച്ച് മോശമായി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം വന്ന പ്ലാന്റ്സ് ആയിരിക്കും അത്. പിന്നെ വീണ്ടും ഡാലിയ, പൂ വിരിഞ്ഞ് നിൽക്കുന്ന ഡാലിയ ഉണ്ട്. ഈ ഡാലിയ ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ട് അതിൻ്റെ തൈകൾ ഉണ്ടാക്കി കുറേ വർഷങ്ങളോളം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ പൂവ് ഉണ്ടാകുന്ന ഒരു ചെടി, വയലറ്റ് കളറിലെ പൂക്കൾ. സെലോഷ്യ, എൻ്റെ സെലോഷ്യ ചെടികളിൽ പുഴു കയറിയിട്ട് ആകെ നശിപ്പിച്ച് കളഞ്ഞു. 2 ദിവസം അതിൻ്റെ അടുത്തേക്ക് പോയില്ല. 3-ാമത്തെ ദിവസം ചെല്ലുമ്പോൾ നിറയെ പുഴുക്കൾ വന്നിട്ട് ഇലകളൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ ചെത്തിയുടെ ചെടികൾ, ഫൈക്കസിൻ്റെ ചെടികളുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇവരിങ്ങനെ തൂക്കിയിടുന്നുണ്ട് ചട്ടിയിലാക്കിയിട്ട്. അത് നമുക്ക്, ഇതിൻ്റെ പേര് കാലിബ്രക്കോവ എന്ന് പറയുന്ന ചെടിയാണിത്. പിറ്റൂണിയ പോലെ ഉണ്ടാവും, പക്ഷേ പിറ്റൂണിയ അല്ല. പിറ്റൂണിയയുടെ ചെടികൾ ഇവരിങ്ങനെ ചട്ടിയിലാക്കിയിട്ട് ഇങ്ങനെ തൂക്കിയിടും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അവർ തരും. ആ ബാർലേറിയയുടെ ചെടി ഞാൻ ഇതുപോലെ ഇങ്ങനെ തൂക്കിയിട്ടത് കണ്ട് വാങ്ങിച്ചതാണ്. പിന്നെ ജമന്തി ചെടികൾ കണ്ടാൽ പിന്നെ അങ്ങനെ നോക്കാതെ പോകാൻ പറ്റില്ല, അങ്ങനെ പൂ വിരിഞ്ഞിരിക്കുകയാണ്. ഇവിടെ വിങ്കയുണ്ട്. വിങ്ക എന്ന് പറയുന്നത് കുറച്ച് വലിപ്പമുള്ള ചെടികളാണത്. ഇതെന്ന് പറയുന്നത് അരൂത എന്നാണ് ഈ ചെടിയുടെ പേരെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ്. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പറയാം. ഇതിനൊരു വല്ലാത്ത മണമുണ്ട്, തൊടാൻ പറ്റില്ല. അതിനു മുമ്പേ ആ ചെടിയൊന്നും അനങ്ങിയാൽ തന്നെ അതിൻ്റെ ഒരു വല്ലാത്തൊരു മണമുള്ളൊരു ചെടിയാണത്. അരൂത എന്നാണ് അതിൻ്റെ പേരെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നന്ദിയാർവട്ടത്തിൻ്റെ മിനിയേച്ചർ, അതുപോലെ അരേലിയ. ഇങ്ങനെ ഹെഡ്ജ് പ്ലാന്റ്സ് ആണ്, കുറേ ബോർഡറായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന അങ്ങനത്തെ ചെടികളാണ് ഇതൊക്കെ. ഇതിൻ്റെ പേര് ക്ലിമാറ്റിസ്. ഇത് മറ്റേ ബ്രൈഡൽ ബൊക്കെ എന്ന് പറയുന്ന ആ ചെടിയാണത്. നിറയെ പൂക്കളുണ്ടാകുന്നൊരു ചെടി. മാൻഡവില്ല, വൈറ്റ് കളർ മാൻഡവില്ല.
വിങ്കയുടെ ചെടികൾ വീണ്ടും ഡ്രസ്സീനയുടെ ഒരു വെറൈറ്റി. വിങ്കയുടെ ഒരുപാട് കളറുകളുണ്ട്. അതുപോലെ ഡയാന്തസ്. പിന്നെ ഇവിടെ ജെർബറ പ്ലാന്റ്സ്. ജെർബറ ഞാൻ ലാസ്റ്റ് ടൈം വരുമ്പോൾ നിറയെ കളറുകളിലുള്ള ഒരുപാട് കളറിലുള്ള ജെർബറ ചെടികളുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനത്തെ പൂണ്ടാവുന്ന ഒരെണ്ണം ഞാൻ വാങ്ങിച്ചു. നല്ല നല്ല കളറുകൾ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു ഇവിടെ അന്ന്. ഇത് ഡയാന്തസ് ആണ്, പക്ഷെ കട്ടപ്പൂവാണ് ഉണ്ടാവുന്നത്. അങ്ങനത്തെ പൂവുണ്ടാവുന്ന ചെടികളാണിത് ഡയാന്തസിൻ്റെ. വീണ്ടും ജമന്തിയുടെ വെറൈറ്റിയാണ്. ഈ കളറിലെ ഒന്ന് ഞാൻ വാങ്ങിച്ചു. അപ്പം അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് ശ്രദ്ധിക്കണില്ല ഞാൻ. പിന്നെ നല്ല ഭംഗിയുള്ള കളറാണ്. കളർ കണ്ടാൽ നമുക്കങ്ങനെ വിട്ടിട്ട് പോകാൻ തോന്നില്ല, അങ്ങനത്തെ കളറാണ്. പക്ഷെ നമുക്കത് നെക്സ്റ്റ് ഇയറിലേക്ക് കിട്ടിയ ഭാഗ്യം. അപ്പം ഇത് വേറൊരു ടൈപ്പ് പൂവാണ് ആ ചെടിയിൽ ഉണ്ടാകുന്നത്. പല ടൈപ്പിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. നമുക്കങ്ങനെ ഒരുപാട് നമുക്കിഷ്ടമുള്ള പൂക്കൾ എടുക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഇങ്ങനെ ഒരു കളറാണ്. ഇങ്ങനത്തെ ഹൈബ്രിഡ് വെറൈറ്റീസ് നമുക്ക് പിടിച്ച് കിട്ടി നമുക്കത് പിന്നെ കിട്ടാനായിട്ട് കുറച്ച് കഷ്ടപ്പാടാണ്. ലിസിയാന്തസ് വൈറ്റും ബ്ലൂ കളറും നല്ല കളറാണ്. നല്ല ഭംഗിയുള്ള ചെടിയാണ്. ചെടി എപ്പോഴും കാണാറുണ്ട്, പക്ഷെ വാങ്ങിക്കാൻ അങ്ങനെ തോന്നാറില്ല. എന്തോ ആ ചെടി എനിക്കൊരു വിശ്വാസം തോന്നാറില്ല. അതുകൊണ്ട് ഞാൻ ആ ചെടി അത്ര മൈൻഡ് ചെയ്യാറില്ല. ഇത് പിറ്റൂണിയയുടെ കട്ടപ്പൂക്കളാണ്. കട്ടപ്പൂക്കളുള്ള പിറ്റൂണിയും ഈ പറഞ്ഞ പോലെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത്ര വാങ്ങാൻ വേണ്ടി ശ്രമിക്കാറില്ല. കാരണം എപ്പോൾ വാങ്ങിച്ചാലും 1-2 പ്രാവശ്യമൊക്കെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിക്കുമ്പോഴൊക്കെ നമ്മൾ എത്ര അതിനെ കെയർ ചെയ്താലും പിന്നെ വിരിയുന്ന പൂക്കളൊക്കെ ചിലപ്പോൾ ഇവർ ചെയ്യുന്ന ആ ഒരു വളമൊക്കെ നമ്മൾ ചെയ്യാത്തതുകൊണ്ടാവും ചിലപ്പോൾ ഒരു സൈഡ് വിരിയില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അതിൽ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിക്കാൻ പോവാറില്ല അങ്ങനത്തെ കട്ടപ്പൂക്കൾ ഉണ്ടാവുന്നത്. പിന്നെ ഇവിടെ അരേലിയയുടെ തൈകൾ കുത്തിപ്പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഡയാന്തസിൻ്റെയും പല കളറുകൾ പല ടൈപ്പിലുള്ള ചെടികളാണ്. ഇത് മാൻഡവില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇത് ഡിപ്ലഡേനിയ എന്ന് പറയുന്നതായിരിക്കും. ഡിപ്ലഡേനിയാണിത്. ഇതിൻ്റെ ഇലകൾ വളരെ ചെറുതായിരിക്കും. ഡിപ്ലഡേനിയയുടെ പൂക്കളും കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും. മാൻഡവില്ലയുടെ പൂക്കൾ നല്ല വലിയ പൂക്കളായിരിക്കും. ഇത് പോയിൻസെറ്റിയ. ഇതിൻ്റെ 2 വലിയ പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ ചട്ടിയിൽ. അത് രണ്ടും ഫ്ലഡിൻ്റെ സമയത്ത് പോയതാണ്. പിന്നെ ചുവന്ന കളറിലുണ്ട് പോയിൻസെറ്റിയ. ഓർക്കിഡ്സിൻ്റെ ഇവിടുന്ന് 2-3 ടൈപ്പ് ഓർക്കിഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 6 പ്ലാന്റ്സ്. ഇലകളിൽ നിന്ന് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിതിൻ്റെ ഇല നട്ടിട്ട് അതിന് വേരൊക്കെ വന്ന് ആ ഇല അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ പിന്നെ അതിന് ഒന്നും കാണുന്നില്ല. പക്ഷെ ഇല പിടിച്ചിട്ടുണ്ട് നട്ടിട്ട്. വീണ്ടും കലാഞ്ചോയുടെ പൂക്കൾ കണ്ടു കഴിഞ്ഞാലും ബൊക്കെ പോലെ ഇരിക്കും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എൻ്റെ റെഡ് കളർ കലാഞ്ചോയിൽ പൂ വരുന്നേ ഇല്ല. അതൊരു അനക്കമില്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. യെല്ലോയും ഓറഞ്ചും വൈറ്റും ഒക്കെ പൂവ് വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു റെഡ് മാത്രം ഒന്നുമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഒറ്റ ഇതളിൻ്റെ കലാഞ്ചോ പ്ലാന്റ്സ് ആണ്. നമ്മുടെ നാടൻ വെറൈറ്റി എന്ന് പറയാവുന്നൊരു സംഭവമാണ്. നമുക്കത് വലിയ കെയർ ചെയ്യാണ്ട് വളർത്താം. ഫെലനോപ്സിസ് ഓർക്കിഡാണിത്. ഇതിൻ്റെ പൂവില്ല. അതിൽ പൂവുള്ളത് വെട്ടിക്കളഞ്ഞിട്ട് പിന്നെയും മുളച്ച് വരുന്നതാണ്. ആ ഓർക്കിഡിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ തണ്ട് മുഴുവനായിട്ട് വെട്ടിക്കളഞ്ഞാൽ പിന്നെ അതിന് പുതിയ തണ്ട് വന്നിട്ട് വേണം. ആ തണ്ട് തന്നെ നമ്മൾ വെട്ടി നിർത്തിക്കഴിഞ്ഞാൽ അതിൽ വേറെ പൂ വരും. അങ്ങനെ ഒരു ഗുണമുണ്ട് ഫാലനോപ്സിസിന്. പിന്നെ അവിടെ നമുക്ക് വളങ്ങളും ചട്ടിയൊക്കെ വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട് ഈ ഒരു നഴ്സറിയിൽ. വളങ്ങളും കീടനാശിനിയും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു. ഇവിടെ ഇങ്ങനെ ഒരുപാട് തൈകളും കാര്യങ്ങളൊക്കെയാണ്. ഫിലോഡെൻഡ്രോൺ, അതുപോലെ അഗ്ലോണിമയുടെ 1-2 വെറൈറ്റീസാണ് ഇവിടെ ഉള്ളത്. രണ്ടും എൻ്റെ കയ്യിലുള്ളതാണ്.
പിന്നെ ഉള്ളത് ഈ ഒരു ചെടിയാണ്, ഡെലോസ്പെർമ എന്ന് പറയുന്ന ഒരു ചെടിയാണിത്. ഇതൊരെണ്ണം വാങ്ങിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സക്യുലൻ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത്. പൂക്കളുണ്ടാവുന്ന സക്യുലൻ ചെടിയാണ് ഡെലോസ്പെർമ. പൂക്കൾ പക്ഷെ ഇവരിതിങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ച് വച്ചിരിക്കുകയാണ് ആ ചട്ടിയിൽ. ഇത് കാലിബ്രക്കോവ. ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ പിറ്റൂണിയയുടെ പോലത്തെ ചെടിയാണ്. പക്ഷെ ഇത് പിറ്റൂണിയേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ഈട് നിന്ന് കിട്ടുന്ന ടൈപ്പ് ഒരു ചെടിയാണത്. ഓർണമെൻ്റൽ ചില്ലി, ആഫ്രിക്കൻ വയലറ്റ്. ആഫ്രിക്കൻ വയലറ്റും ഈ പറഞ്ഞ പോലെ ഫ്ലഡിൻ്റെ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നൊക്കെ പോയി. പിന്നെയും നമ്മളത് വാങ്ങിക്കണം എന്ന് വിചാരിക്കും. പിന്നെ പോയ കാര്യം ഓർക്കുമ്പോൾ ഒരു വിഷമമാവും. ബിഗോണിയ, വാക്സ് ബിഗോണിയ. ഇത് റെക്സ് ബിഗോണിയാണ്. അതിൻ്റെ ലീഫാണ് അതിൻ്റെ അട്രാക്ഷൻ. പിന്നെ അഡീനിയം. ഇവിടെ വീണ്ടും കലാൻഷോ പ്ലാന്റ്സ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ ചൈനീസ് ബാൾസം, ഇംപേഷ്യൻ എന്ന് പറയുന്ന ചൈനീസ് ബാൾസം. പിന്നെ ഈ ഒരു ഗ്രാസ്, ഇതിൻ്റെ പേര് എനിക്കറിയായിരുന്നു, ഞാൻ മറന്നുപോയി. എക്സോയിക്കേറിയ. പിന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. റസീന. ഇത് ആന്തൂറിയം. ആന്തൂറിയത്തിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ്. കുറച്ച് പൈസ കൂടുതലാവും ഈ ചെടിക്ക്. അത്ര വലുതാവില്ല ചെടി. ചെറിയ ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന, അത്ര വലുതാവാത്ത, നിറയെ പൂണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് അത് ആന്തൂറിയത്തിൻ്റെ. ഡ്രസീന, റിയോ പ്ലാന്റ്, അതുപോലെ സിങ്കോണിയം, സ്പൈഡർ പ്ലാന്റ്, ഓർക്കിഡും അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത്. വെജിറ്റബിൾസിൻ്റെയും തൈകൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. തക്കാളി ആണെങ്കിലും അങ്ങനെയുള്ള വഴുതന, വെണ്ട, അങ്ങനെയുള്ള ഒരുപാട് തൈകൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ ഡയാന്തസിൻ്റെ കുറേ ചെടികളുണ്ട്, നല്ല നല്ല കളറുകളുണ്ട്. പിന്നെ പോർച്ചുലാക്ക. ഇവിടെ നിന്ന് അങ്ങനെ നോക്കുകയാണെങ്കിൽ നിറയെ ബോഗൺവില്ലയുടെ ചെടികളാണ്. നമുക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. പോർച്ചുലക്ക, സൈപ്രസിൻ്റെ തൈകൾ, ബ്ലീഡിങ് ഹാർട്ട് വൈൻ. ഇത് റാഫിസ് പാം. ഇത് നമ്മുടെ ഫൈക്കസ്. ഇത് ഡംകെയിൻ എന്ന് പറയുന്ന ചെടിയാണിത്. ഇത് ഫേൺസ് ആണ്, ബോസ്റ്റൺ ഫേൺ. അങ്ങനെ കുറച്ച് ഫേൺസ് ആണിത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ചെടികളുടെ കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.